മീശയും എലുമ്പനും വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അയ്യോ ആശാനെ, നോക്ക്, ഒരു പാമ്പ് വീടിനുള്ളിലേക്ക് കയറുന്നു. അമ്മേ, വേഗം അതിനെ ഓടിച്ചു വിടണം. ചേടാ, അതെങ്ങോട്ട് പോയി? അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ ഈ വീട്ടിനുള്ളിൽ എങ്ങനെ സമാധാനത്തോടെ കഴിയും? ഹോ, എല്ലായിടത്തും നോക്കി. ഇനി എന്തു ചെയ്യും? പാമ്പ് ഈ മുറിയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എങ്ങനെ കിടന്നുറങ്ങും? എടാ, തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമുക്ക് മാത്തപ്പൻ മുതലാളിയുടെ വീട്ടിൽ പോയി കിടക്കാം. ആ, അത് നല്ല ഐഡിയ. കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് വരാം. അപ്പോഴേക്കും പാമ്പ് പോയിക്കോളും. എടാ, ആ ബാഗിൽ ഈ ഡ്രസ്സ് കൂടി വെച്ചേക്ക്. ശരി, എന്നാലും ആ പാമ്പ് എങ്ങോട്ട് പോയി? നമുക്ക് ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ട് മുറി തുറന്നിട്ടിട്ട് പോകാം. അവർ പാമ്പിനെ കണ്ടുപിടിച്ചോളും. അങ്ങനെ മാത്തപ്പൻ മുതലാളിയുടെ വീട്ടിൽ വീട്ടിൽ പാമ്പ് കയറിയെന്നു? കഷ്ടം. വീടുണ്ടാക്കുമ്പോൾ എൻ്റെ വീട് പോലെ അടച്ചുറപ്പുള്ളത് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പറ്റും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോകാം. അപ്പോഴേക്കും പാമ്പും അവിടെ നിന്ന് പോയിക്കോളും. ഓക്കെ ഓക്കെ, എങ്കിൽ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് വിശ്രമിക്ക്. മീശ ബാഗ് തുറന്നതും എൻ്റെ അമ്മേ, പാമ്പ് ഈ ബാഗിലുണ്ടായിരുന്നു. നീയൊക്കെ പാമ്പിനെ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടോടാ ദ്രോഹികളെ. വീടിന് അടച്ചുറപ്പുണ്ടായിട്ട് കാര്യമില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് 3 പേർക്കും ഇനി ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാം.